ഒരു മിനിറ്റ് മാം. ഡിഗ്രി പ്രിലിംസിന്റെ 2024 ഫേസ് 1 ഈ കഴിഞ്ഞ 11-ാം തീയതി നടന്ന പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതിൽ നമ്മൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗത്തുനിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. അപ്പൊ ഇതാണ് അർജുന്റെ വീട് എന്നുണ്ടെങ്കിൽ അർജുൻ പടിഞ്ഞാറോട്ട് 25 കിലോമീറ്റർ പോയി. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്ന അർജുൻ ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. അപ്പൊ ഇതാണ് അവന്റെ ഇടത്. ഇവിടേക്ക് 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ഇതാണ്. അവന്റെ കിഴക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ കിഴക്കോട്ട് 40 കിലോമീറ്റർ നടന്നു. ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ്, അപ്പൊ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ഇതാണ്. ഇവിടെ നിന്ന് ഇടത് എന്ന് പറയുന്നത് ഇതാണ്. ഇടത്തോട്ട് തിരിഞ്ഞു 15 കിലോമീറ്റർ നടന്നു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ഇതാണ്. വീട് എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 40 മൈനസ് 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിലോമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. അപ്പൊ ഇവിടെ സെഡ് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ആണ്. അപ്പൊ സെഡ് എക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെഡിൽ നിന്ന് 2 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. എക്സും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് -2 ആണ്. എക്സിൽ നിന്ന് 2 സംഖ്യ കുറച്ചു കഴിഞ്ഞാൽ 2 ലെറ്റർ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് വി കിട്ടും. ഇനി വിയിൽ നിന്നും ടിയിലോട്ടും ഡിഫറൻസ് -2 ആണ്. അതുപോലെ ആറിലോട്ടുള്ള ഡിസ്റ്റൻസും 2 ആണ്. പിയിലോട്ടുള്ള ഡിസ്റ്റൻസും 2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇവിടെ ഈ വിട്ടുപോയ സ്ഥലത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പിയിൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പൊ പി കഴിഞ്ഞ് നമ്മൾ കുറയ്ക്കണ സമയത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് n ആണ് വരാം. താഴത്തോട്ട് നോക്കുമ്പോ n ആണ് വരാം. അപ്പൊ n വരുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയുമാണ്. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എയിലെയും സിയിലെയും ആൻസറിൽ ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ അടുത്തത് ലാസ്റ്റ് നമ്പർ എടുക്കുക. ഇവിടെ എ കഴിഞ്ഞ് വന്നത് ഡി ആണ്. അപ്പൊ എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഡി ജി, അപ്പൊ ഡിന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ ജി കിട്ടും. ജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെ, അപ്പൊ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജെ കിട്ടും. ജെയിൽ നിന്ന് എം ആണ്, എമ്മിൽ നിന്ന് പി ആണ്. അപ്പൊ പി കഴിഞ്ഞിട്ട് അടുത്ത് ഇവിടത്തെ സംഖ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ
പിന്റെ കൂടെ 3 കൂട്ടിയാ മതി. അപ്പൊ PQRS എന്ന് വരും. പി കഴിഞ്ഞാൽ QRS. അപ്പൊ മൂന്നാമത് വരുന്നത് എസ് ആണ്. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എസ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എസ് വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് റോങ് ആണ്. ഇത് നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രോബ്ലം, വർഷത്തിൽ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു വർഷത്തിലെ ആദ്യ ദിവസം ഏതാണോ അത് തന്നെ ആയിരിക്കും ആ വർഷത്തിന്റെ അവസാനത്തെ ദിവസവും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ആദ്യ ദിവസം ഞായറാഴ്ചയാണ്, അപ്പൊ അവസാനത്തെ ദിവസവും എന്തായിരിക്കും? ഞായറാഴ്ചയാണ്. ഇവിടെ അതിവർഷം ഒഴികെയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിവർഷം എടുക്കില്ല. അതിവർഷം എന്ന് പറയുന്ന സമയത്ത് വർഷത്തിൽ ഒരു ദിവസം എന്ത് വരും? അധികം വരും. അപ്പൊ നമ്മുടെ ഞായർ എന്നുള്ളത് പതിവർഷമാണെന്നുണ്ടെങ്കിൽ ഞായർ എന്നുള്ളത് തിങ്കളായിട്ട് മാറും. അപ്പൊ ഇവിടെ അതിവർഷം ഒഴികെ എന്ന് പറഞ്ഞതുകൊണ്ട് അതിവർഷം നമ്മൾ കൂട്ടുന്നില്ല, നോർമൽ ഇയർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോർമൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ഇയർ എൻഡ് ചെയ്യുന്നതും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ഞായറാണ് ആൻസർ. അടുത്തത് പി ക്യൂവിന്റെ സഹോദരിയാണ്. അപ്പൊ പിയും ക്യൂവും സഹോദരികളാണ്. ആറിന്റെ എന്നത് ക്യൂയുടെ അമ്മയാണ്. അപ്പൊ 6 ക്യൂവിന്റെ അമ്മയാണ്. അപ്പൊ ഒരു ജനറേഷൻ മുന്നിലാണ്. ഇനി എസ് എന്നത് 6ന്റെ പിതാവാണ്. എസ് 6ന്റെ പിതാവാണ്. എസിന്റെ അമ്മയാണ് ടി. അപ്പൊ എസിന്റെ അമ്മയാണ് എന്ത്? ടി എന്ന് പറയണത്. പിക്ക് എസുമായുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പിക്ക് എസുമായുള്ള ബന്ധം കാണുന്നുണ്ടെങ്കിൽ പിക്ക് ക്യൂവുമായുള്ള എസിന് ക്യൂവുമായുള്ള ബന്ധം എന്ത് തന്നെയാണോ അതന്നെ ആയിരിക്കും പി ആയിട്ടുള്ള ബന്ധം. അപ്പൊ ക്യൂ എന്ന് പറയണത് ക്യൂ എന്ന് പറയണത് ആർ എന്ന് പറയുന്നത് ക്യൂവിന്റെ അമ്മയാണ്. എസ് എന്ന് പറയണത് അമ്മയുടെ അച്ഛനുമാണ്. അപ്പൊ നമുക്ക് അച്ഛന്റെ ആ മുത്തശ്ശനാണ് ക്യൂവിന്റെ മുത്തശ്ശനാണ് എസ്. അപ്പൊ എസിന്റെ ആരാണ് ക്യൂ അല്ലെങ്കിൽ പി എന്ന് ചോദിച്ചാൽ കൊച്ചുമകളാണ് വരാം. ആൻസർ ഡി, കൊച്ചുമകളാണ് ആൻസർ. അടുത്തത്, ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും, അപ്പൊ 40% കുട്ടികൾ ഇംഗ്ലീഷിലും 53% ഗണിതത്തിലും, അപ്പൊ 53% ഗണിതത്തിലും തോറ്റു. അപ്പൊ മൊത്തം തോറ്റത് 93 പേര് തോറ്റു. 93% തോറ്റു. അതിൽ അവര് പറഞ്ഞിട്ടുണ്ട് 2 വിഷയങ്ങളിലും 15% തോറ്റാൽ, അപ്പൊ 2 വിഷയങ്ങളിലും ചേർത്തിട്ട് 15% തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 93-ൽ നിന്ന് 15 കുറച്ചാൽ 78% ടോട്ടൽ എന്ത് വന്നത്? തോറ്റ ആൾക്കാർ വന്നത്. എങ്കിൽ വിജയിച്ചവരുടെ ശതമാനം കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 100-ലാണ് നമ്മൾ ശതമാനം പറയാ. 100-ൽ 78% തോറ്റു. അപ്പൊ ബാക്കി 22%ആണുള്ളത്. അപ്പൊ വിജയിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത്, വിജയിച്ചവരുടെ ശതമാനം എന്ന് പറയുന്നത് 22%ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ചുവപ്പ് 12, നീല 20, വയലറ്റ് 42. മജന്തയുടെ കോഡ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് മലയാളത്തിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. നമ്മൾ ഇത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. അപ്പൊ ചുവപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം റെഡ് ആണ്. അപ്പൊ റെഡ് ആണ് വരാ. റെഡില് 3 ലെറ്റർ ആണ് ഉള്ളത്. അപ്പൊ 3ഉം തൊട്ടപ്പുറത്തെ നമ്പർ എടുക്കുക 4. അപ്പൊ 3 × 4 12. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ചുവപ്പ് 12 എന്ന് കിട്ടിയത്. ഇനി അടുത്തത് ബ്ലൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലൂവില് 4 ലെറ്റർ ആണ് ഉള്ളത്.
അപ്പൊ 4 ഇൻറ്റു തൊട്ടടുത്ത ലെറ്റർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 4 ഇൻറ്റു 5 ചെയ്യണ സമയത്ത് 20 എന്ന് കിട്ടും. അങ്ങനെയാണ് നീല എന്ന് പറയുന്നത് 20 എന്ന് കിട്ടിയത്. ഇനി അടുത്തത് വയലറ്റ് ആണ്. വയലറ്റില് 6 ലെറ്റർ ആണ് ഉള്ളത്. 6 ഇൻറ്റു തൊട്ടടുത്ത നമ്പർ 7 ആണ്. അപ്പൊ 6 ഇൻറ്റു 7 ചെയ്യുമ്പോഴാണ് നമുക്ക് 42 എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മജന്തയുടെ കോഡ് എന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മജന്തയില് 7 ലെറ്റർ ആണുള്ളത്. ഇൻറ്റു തൊട്ടടുത്ത നമ്പർ 8. അപ്പൊ 7 ഇൻറ്റു 8 ചെയ്യുമ്പോ 56 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ സി 56 ആണ് ആൻസർ. അടുത്തത് 6:40 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഇടയിലുള്ള കോൺ, മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള കോൺ കണ്ടുപിടിക്കാൻ നമ്മൾക്കൊരു ഇക്വേഷൻ ഉണ്ട്. അത് 30h മൈനസ് 11/2 m ആണ്. ഈക്വൽ ടു 30 ഇൻറ്റു h എന്ന് പറയുന്നത് ഹവർ ആണ്, അത് 6 ഹവർ ആണ്, മൈനസ് 11/2 ഇൻറ്റു m എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ഉം ഈ 40 കട്ട് ചെയ്താൽ 20 എന്ന് കിട്ടും. 30 ഇൻറ്റു 6 ചെയ്യണ സമയത്ത് 180 എന്ന് വരും. മൈനസ് 11 ഇൻറ്റു 20 ചെയ്യുമ്പോൾ 220 എന്ന് കിട്ടും. അപ്പൊ 180 മോഡ് 180 മൈനസ് 220 എന്നാണ് വരിക. 180യിൽ നിന്ന് 220 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 40 ഡിഗ്രി. അപ്പൊ ഏതെങ്കിലും ഒരു ടൈം തന്നിട്ട് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ അളവ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 30h മൈനസ് π/2 m എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. അടുത്ത പ്രോബ്ലം ആണ് 5 AM ശരിയായി സഞ്ചരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതായത് 30 മിനിറ്റ് സമയം ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ക്ലോക്കിലെ സൂചി 2 മിനിറ്റ് വെച്ച് കൂടി കാണിക്കണം. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 10:20 എന്ന് പറയുന്ന സമയത്ത് അതിനെ മിനിറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ 5 മണി മുതൽ 10 മണി വരെ 5 മണിക്കൂറാണ്, പിന്നെ 20 മിനിറ്റും. അങ്ങനെ മൊത്തം നമുക്ക് 5 മണിക്കൂറും 20 മിനിറ്റുമാണ് വരുന്നത്. 5 AM തൊട്ട് 10 AM വരെയുള്ള ടൈമാണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുന്നത് 320 മിനിറ്റ് ആയിട്ട് മാറും. അപ്പൊ ഈ 320 മിനിറ്റിൽ എത്ര മാറണു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 320 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 30. അപ്പൊ ഈ സീറോയും കട്ട് ചെയ്ത് പോവും. 32 ഇൻറ്റു 2 ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണ സമയത്ത് നമുക്ക് ആൻസർ 21 പോയിന്റ് സംതിങ് കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് കറക്റ്റ് വാല്യൂ നമ്മുടെ 10-20യിൽ നിന്ന് ഈ കിട്ടിയ 21 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിൽ നമുക്ക് 10:40 AM, അതുപോലെ 10 AM, 9:45 AM, 10:10 AM എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 10 റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ 10 ആയിട്ട് എടുക്കണു. 10 AM ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണ്.
അപ്പൊ 6 ഇരട്ട സംഖ്യ, തുടർച്ചയായ 6 ഇരട്ട സംഖ്യയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1, 2, 3, 4, 5, 6 6 ഇരട്ട സംഖ്യ. ഇവയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിലുള്ള ആളാണ് വരിക. അത് 25 പറഞ്ഞിട്ടുണ്ട്. ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതിലെ വലിയ സംഖ്യ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇത് 25. അപ്പൊ തൊട്ടിപ്പുറത്ത് ഇരട്ട സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്, ഇവൻ നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് 26 വരും, അടുത്തത് 28 വരും, അടുത്തത് 30 വരും. ഇപ്പുറത്തെ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 24 വരും, 22, 20. അപ്പൊ ഇതിലെ വലിയ നമ്പർ 30യും ചെറിയ നമ്പർ 20യുമാണ് വരുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ നമ്പറും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 30ൽ നിന്ന് 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുക. ഓപ്ഷൻ 10 ആണ്, ബി ആണ് ആൻസർ 10. നെക്സ്റ്റ് പ്രോബ്ലം. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി. കൈകുലുക്കുകളുടെ എണ്ണം കണ്ടെത്തുക. ഇത് നമ്മൾ ഹസ്തദാനവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഇതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇക്വേഷൻ n×n-1 ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ n എന്ന് പറഞ്ഞത് 40 40 ഇൻറ്റു 40 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ ഈ 2ഉം ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് വരും. അപ്പൊ 20 ഇൻറ്റു 40ൽ നിന്ന് 1 കുറച്ചു കഴിഞ്ഞാൽ 39. അപ്പൊ 20 ഇൻറ്റു 39 ചെയ്ത് കഴിഞ്ഞാൽ 780 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 780 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ n×n-1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം റേഷ്യോയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്, റേഷ്യോയിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവരുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏത്? അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:5 എന്ന് പറയുന്ന റേഷ്യോയാണ്. അത് 5:7 ആയി മാറി. അപ്പൊ ഇവിടെ മാറിയത് 2x ആണ്. അത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറുകൾ മാറുന്ന സംഖ്യകൾ എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2x എന്ന് പറയുന്നത് 10 ആന്ന് കിട്ടി. കാരണം ഇവിടെ 3 5 ആവുന്നുണ്ടെങ്കിൽ 2x വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ 2x കിട്ടി. ഇനി അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3xഉം 5xഉം ആണ്. അപ്പൊ 3x കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3x ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2x. ഈ വാല്യൂസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. അപ്പൊ ഒരു സംഖ്യ 15. ഈ ഓപ്ഷനിൽ ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ മതി. കാരണം ഓപ്ഷനിൽ ഡി എന്ന് പറയുന്നത് 15 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 5x ആണ് വരാം. 5x ഇതേപോലെ തന്നെ 10 ഇൻറ്റു 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ നമ്പർ 15ഉം രണ്ടാമത്തെ നമ്പർ 25ഉം. അപ്പൊ 15ഉം 25ഉം ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു പ്രോബ്ലം. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. അപ്പൊ 60 ദിവസം കൊണ്ട് ഒരു പണി കഴിയണം. അതിനു വേണ്ടിയിട്ട് അവര് ഒരു 210 ആൾക്കാരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. അപ്പൊ ഒരു 12 ദിവസം കഴിഞ്ഞപ്പോ ഒരു 70 ആളെ കൂടെ ചേർത്തി. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ
പൂർത്തിയാകും. അപ്പൊ ബാക്കി ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ആ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യമാണ്. M1D1 ഈക്വൽ ടു M2D2. M1 എന്ന് പറയുന്ന സമയത്ത് ഇവര് ആദ്യം 60 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ 12 ദിവസത്തിന് ശേഷം, അപ്പൊ 60-ൽ നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ 48 ആണ് വരിക. അപ്പൊ ബാക്കി 48 ഇൻറ്റു D1 എന്ന് പറയുന്നത് 210, കാരണം 210 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി M2 എന്ന് പറയുന്നത് 210 പേരും അതിനുശേഷം ഒരു 70 പേരിനെയും കൂടെ കൂട്ടി, അപ്പൊ മൊത്തം 280 ആളായി. ഇൻറ്റു എത്ര ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ തീരും. അപ്പൊ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 280 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 48 ഇൻറ്റു 210 ഡിവൈഡഡ് ബൈ 280. ഈ സീറോയും കട്ട് ചെയ്യും. പിന്നെ ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 36 എന്ന് കിട്ടും. അതായത് 36 ദിവസത്തിനുള്ളിലാണ് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 36 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്ക് ഇല്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്നത് നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ്? അപ്പോ ഒരാളുടെ കയ്യിൽ 2 കുതിരകളുണ്ട്. 6000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒരു കുതിരേനെയാണ് 6000 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ 2 കുതിര എന്ന് പറയുന്ന സമയത്ത് ടോട്ടല് 12000 രൂപയാണ് കിട്ടുക. 12000 രൂപയാണ്. അതില് ലാഭമോ നഷ്ടമോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് പറയുന്ന സമയത്ത് ആളുടെ കോസ്റ്റ് പ്രൈസ്, ആള് വാങ്ങിയ വില എന്ന് പറയുന്നത് 12000, 6000 രൂപ വെച്ചിട്ട് 12000 രൂപയ്ക്ക് തന്നെയാണ്. അപ്പൊ വാങ്ങിയ വിലയും വിറ്റ വിലയും സെയിം ആണ്. അതുകൊണ്ടാണ് അവിടെ നഷ്ടവും ലാഭവും ഇല്ലാത്തത്. അപ്പൊ രണ്ടും സെയിം ആണ്. ഇനി അവര് പറഞ്ഞിട്ടുണ്ട് 25% ലാഭത്തിലാണ് ഒന്ന് വിറ്റത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാഭം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 125, അത് 100ന്റെ കൂടെ 25 കൂട്ടാം. 125%-ന് 6000 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പെർസെന്റേജ് പറയാ, ശതമാനം പറയുന്നത് 100%-ലാണ് പറയാ. അപ്പൊ 100% എത്രയാന്ന് കണ്ടാ മതി. അതിന് 6000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 125 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ വന്നിട്ട് 4800 എന്ന ആൻസർ കിട്ടും. അപ്പൊ 4800 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ലാഭം കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 12000 ആണ്. അപ്പൊ 12000-ൽ നിന്ന് 4800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7200 എന്ന് കിട്ടും. അപ്പൊ 7200-ല് 6000 രൂപയ്ക്കാണ് ആള് വിൽക്കുന്നത്. അപ്പൊ 7200 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 6000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1200 രൂപയാണ് എന്ത് നഷ്ടമായിട്ട് വരുന്നത്. നമുക്ക് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1200 ബൈ 7200 ഇൻറ്റു 100. സീറോയും കട്ട് ചെയ്ത് കളയാ. 1200-നെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100/6% എന്ന് കിട്ടും. അത് നമ്മൾ മിക്സർ ഫ്രാക്ഷനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 62/3% എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 16/2/3% വരാം.
നെക്സ്റ്റ് പ്രോബ്ലം. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വെക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാം ആണ്. പെട്ടിയിൽ വെക്കാവുന്ന പരമാവധി ആപ്പിൾ കിട്ടാൻ 4/5നെ 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അങ്ങനെ ഡിവൈഡ് ചെയ്യണ സമയത്ത് 4/5 ഇൻറ്റു 10/1 എന്ന് വരും. ആൻസർ ചെയ്യണ സമയത്ത് 40/5 8 എന്ന് ആൻസർ കിട്ടും. അപ്പൊ 8 ആപ്പിളുകളാണ് നമുക്ക് പരമാവധി വെക്കാൻ പറ്റുന്നത് ഒരു പെട്ടിയിൽ. അപ്പൊ ആൻസർ ബി 8 ആണ് കറക്റ്റ് ആൻസർ. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമ്മുടെ സമാന്തര ശ്രേണി, നമ്മുടെ SCERT ഭാഗത്ത് നിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. സമ്മിന്റെ ഭാഗത്ത്, തുകയുടെ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. SN = n/2 2a + n-1 × d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ SN നമുക്ക് തന്നിട്ടുണ്ട് 10,877 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ 71 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആൻസർ കിട്ടില്ല. അതായത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 10,877 കിട്ടണം. സോൾവ് ചെയ്യണ സമയത്ത് ഈ റൈറ്റ് സൈഡ് സോൾവ് ചെയ്യണ സമയത്ത് നമുക്ക് 10,877 കിട്ടണം. അപ്പൊ 71 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടില്ല. അതുപോലെ 63 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടില്ല. 73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ n-ന് 73 / 2 ഇൻറ്റു a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. നമുക്ക് ഇവിടെ സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത് കിടക്കുന്നത് 5 ആണ്. പ്ലസ് n-1 എന്ന് പറയുമ്പോൾ 73-ൽ നിന്ന് 1 കുറച്ചാൽ 72. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. അപ്പൊ 9 - 5 ചെയ്യണ സമയത്ത് നമുക്ക് ആൻസർ 4 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഭാഗം നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 73/2 ഇൻറ്റു ഈ അപ്പുറത്തെ സൈഡ് നമുക്ക് സോൾവ് ചെയ്യണ സമയത്ത് കിട്ടുന്നത് 298 എന്നാണ്. അപ്പൊ 298 ഇൻറ്റു 73 അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 10,877 എന്നാണ് കിട്ടുക. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ 73, ഓപ്ഷൻ സി 73 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നും നമ്മൾ ഓപ്ഷനിലെ ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് 10,877 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അടുത്തൊരു പ്രോബ്ലം. 42 സെന്റിമീറ്റർ വ്യാസവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ബക്കറ്റിൽ നിറയെ മണൽ നിറച്ചിരിക്കുന്നു. ബക്കറ്റിലെ മണൽ താഴേക്ക് ഇട്ടപ്പോൾ മണൽ ഒരു കോണിന്റെ ആകൃതിയിലേക്ക് മാറി. കോണിന്റെ ഉയരം 21 സെന്റിമീറ്റർ ആണെങ്കിൽ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 9th SCERT ഭാഗത്താണെങ്കിൽ 9th സ്റ്റാൻഡേർഡിലും അതുപോലെ 10th സ്റ്റാൻഡേർഡിലുമായിട്ട് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ സിലിണ്ടറിനെ നമ്മൾ എന്താക്കി മാറ്റി? കോണാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിലിണ്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷേപ്പ് ഇതാണ്. നമ്മുടെ സിലിണ്ടർ ഷേപ്പ് ഇതാണ്. സിലിണ്ടറിന്റെ റേഡിയസ് ഇതാണ്. സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr²h ആണ്. അതുപോലെ ഈ സിലിണ്ടറിനെയാണ് എന്താക്കി മാറ്റിയത്? കോണാക്കിയത്. അങ്ങനെ ആകണ സമയത്ത് സിലിണ്ടറിന്റെ വോളിയവും കോണിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/3 πr²h എന്ന് പറയുന്നതാണ് കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോണിന്റെ അടിസ്ഥാന വിസ്തീർണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ.
കോണിന്റെ അടിസ്ഥാന വിസ്തീർണം കാണാൻ ഇതാണ് നമ്മുടെ കോണിന്റെ ഷേപ്പ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അടിഭാഗം സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ. നമുക്ക് ഇവിടെ പൈ ആർ സ്ക്വയർ ഉണ്ട്, അത് അവിടെ നിർത്താം. അതുപോലെ ഇവിടെ നമുക്ക് പൈ ഇൻറ്റു ആർ നമുക്കറിയാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 21 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 21 ഇൻറ്റു 21 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് തന്നിട്ടുണ്ട്, ഈക്വൽ ടു 1/3 ഇൻറ്റു എച്ച് നമുക്കറിയാം എച്ച് 21 ആണ് ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇപ്പുറത്തെ ഇവിടെ 21 ഉണ്ട്, ഇവിടെയും 21 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്യണ സമയത്ത് ഈ പൈ ആർ സ്ക്വയറിനെ ഇവിടെ നിർത്താം. ഈ ഡിവൈഡഡ് ബൈ 3നെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് 21 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു പൈ എന്ന് വരും. ഈക്വൽ ആണ് പൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്കത് ചെയ്യണ സമയത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 630. ഇപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ 630 പൈ എന്നാണ് കിട്ടുക. ഈ പൈയിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പൈക്ക് ഒരു വാല്യൂ ഉണ്ട്. പൈയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 630 ഇൻറ്റു പൈയിന്റെ വാല്യൂ 22 ഡിവൈഡഡ് ബൈ 7 ആണ്. അല്ലെങ്കിൽ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 കട്ട് ചെയ്ത് പോകും. 19 ഇൻറ്റു 22 ചെയ്യണ സമയത്ത് ഫൈനൽ ആൻസർ 1980 എന്ന് കിട്ടും. 1980 നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്. 1980 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ കോണിന്റെ അടിഭാഗത്തെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് 1 മൈനസ് 1/2, 1 മൈനസ് 1/3, 1 മൈനസ് 1/4 എക്സെട്ര 1 മൈനസ് 1/20 ന്റെ മൂല്യം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് 1/2 അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ സമയത്ത് 1/2 എന്ന് കിട്ടും. ഇൻറ്റു 1 മൈനസ് 1/3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. ഇൻറ്റു 1 മൈനസ് 1/4 ചെയ്യുമ്പോൾ 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 4 3/4 എന്ന് കിട്ടും. എക്സെട്ര ലാസ്റ്റ് ടേം ഇൻറ്റു 1 മൈനസ് 1/20 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 20 20 മൈനസ് 1 19 ഡിവൈഡഡ് ബൈ 20 എന്ന് ആൻസർ വരും. ഇനി ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും നമുക്ക്. അതേപോലെ ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അടുത്തൊരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 4ഉം ഇവിടുത്തെ 4ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ ഇവിടെ അടിയിലത്തെ 19ഉം ഈ മോളത്തെ ഇവിടെ ഒരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിലത്തെ 19ഉം മുകളിലത്തെ 19ഉം കട്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ബാക്കി എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ആകെ ബാക്കിയുള്ളത് 1ഉം ഈ അടിയിൽ കിടക്കുന്ന 20ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 1/20 അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം 9 raised to x plus 3 raised to x minus 19 equal to 0 എങ്കിൽ എക്സിന്റെ മൂല്യം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 9 raised to x plus 3 raised to x minus 90 equal to ആണ് 0. അപ്പൊ ഈ മൈനസ് 90 ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ 9 raised to x plus 3 raised to x equal to 90. ലെഫ്റ്റ് സൈഡ് ചെയ്യണ സമയത്ത് റൈറ്റ് സൈഡിലെ 90 കിട്ടിയാൽ മതി. അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഓപ്ഷനിലെ ഓരോ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 9 raised to x എന്ന് പറയുന്ന സമയത്ത് 9 raised to 3 എക്സിന് 3 വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ 9 raised to 3 plus 3 raised to 3 ചെയ്യണ സമയത്ത് നമുക്ക് 90 അല്ല കിട്ടാം. അടുത്ത 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 9 raised to 6 plus 3 raised to 6 ചെയ്ത് കഴിഞ്ഞാലും 90 അല്ല കിട്ടുക. അതുപോലെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 9 raised to 4 plus 3 raised to 4 ചെയ്യുമ്പോഴും നമുക്ക് 90 അല്ല കിട്ടുക. ഇനി 2 ആണ് അടുത്ത ഓപ്ഷൻ. 9 raised to 2 plus 3 raised to 2 ചെയ്യാം. 9 raised to 2 എന്ന് പറയുന്നത് 81 ആണ്, പ്ലസ് 3 raised to 2 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 90 എന്ന് കിട്ടും. അപ്പൊ 90 ആണ് ആൻസർ കിട്ടിയത്. അത് ഓപ്ഷൻ നമ്മൾ 2 ഇട്ട് കൊടുത്തപ്പോഴാണ് കിട്ടിയത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്
2 വർഷത്തേക്ക് പ്രതിവർഷം 10% എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 25 എങ്കിൽ തുക കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 2 വർഷത്തേക്ക്, അപ്പൊ എന്ന് തന്നിട്ടുണ്ട് 2 വർഷമാണെന്ന് തന്നിട്ടുണ്ട്. N എന്ന് പറയുന്നത് 2 വർഷമാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 6 തന്നിട്ടുണ്ട്, നമുക്ക് 10% തന്നിട്ടുണ്ട്. എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് 25. തുക കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് ഇക്വേഷൻ ഉണ്ട്, P ഇൻറ്റു R/100 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആണ് എന്ത്, ഇവിടെ ഡിഫറൻസ് തന്നിട്ടുണ്ട് 25 ആണ്. അതിൽ P ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ P നമുക്ക് അറിയില്ല. R നമുക്കറിയാം 10 ആണ്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25. അപ്പൊ P ഇൻറ്റു 100ന്റെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ 100, അതുപോലെ 100ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 10,000 വരും, ഈക്വൽ ടു 25. ഈ സീറോയും ഇതിലത്തെ 2 സീറോയും ഇതിലത്തെ 2 സീറോയും കട്ട് ചെയ്ത പിന്നെ താഴത്ത് P ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 25 എന്നാണ് ഉണ്ടാവുക. നമുക്ക് Pയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈഡഡ് ബൈ 100ന്റെ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോയാൽ 25 ഇൻറ്റു 100 ഈക്വൽ ടു 2500 എന്ന് കിട്ടും. ആൻസർ 2500. B ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പ്രോബ്ലം, 60 മൈനസ് 10 എന്നാൽ 600. 12 ഹരിക്കണം 4 എന്നാൽ 16. 6 ഇൻറ്റു 3 എന്നാൽ 3. 10 പ്ലസ് 2 എന്നാൽ 5 എങ്കിൽ താഴത്ത് കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 60 മൈനസ് 10 600 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 സംഖ്യകള്, ഒന്ന് 60ഉം 10ഉം. അപ്പൊ 60 ഇൻറ്റു 10 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 600 കിട്ടുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മൈനസിന് പകരം യൂസ് ചെയ്യേണ്ടത് ഇൻറ്റു ആണ്. അപ്പൊ മൈനസ് ഇൻറ്റുവിനാണ് ഈക്വല്. നെക്സ്റ്റ് 12 ഡിവൈഡഡ് ബൈ 4 എന്നാൽ 16. അപ്പൊ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 16 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഡിവൈഡഡ് ബൈ എന്നുള്ളത് 12ന്റെ കൂടെ 4 കൂട്ടിയാലാണ് നമുക്ക് 16 കിട്ടുക. അപ്പൊ 12 പ്ലസ് 4 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 16 കിട്ടുക. അപ്പൊ ഈ പ്ലസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഡിവൈഡഡ്. അപ്പൊ ഡിവൈഡഡ് ബൈ എന്തിന് ഈക്വൽ ആണ്, പ്ലസിന് ഈക്വൽ ആണ്. ഇനി അടുത്തത് 6 ഇൻറ്റു 3 എന്നാൽ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 6 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 3 കിട്ടില്ല. 6ൽ നിന്ന് 3 ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുക, മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താലാണ് 3 കിട്ടുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷന് പകരമുള്ള സിമ്പലാണ് മൈനസ് എന്ന് പറയുന്നത്. അടുത്തത് 10 പ്ലസ് 2 സമം 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 പ്ലസ് 2 ചെയ്താൽ 5 കിട്ടില്ല. 10നെ 2 കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, 5 കിട്ടുക. അപ്പൊ പ്ലസിന് പകരമുള്ളത് ഹരണമാണ്. അപ്പൊ ഈ പറയുന്ന സിമ്പിൾസുകളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 മൈനസ് 10, അപ്പൊ മൈനസ് കാണുന്നിടത്ത് നമ്മൾ ഇൻറ്റു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ 100 ഇൻറ്റു 10. ഇനി ഇൻറ്റു കാണുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൈനസ് ആണ്. അപ്പൊ മൈനസ് 1000. ഇനി പ്ലസ് കാണുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, പ്ലസ് കാണുന്നിടത്ത് നമ്മൾ ഹരണമാണ് യൂസ് ചെയ്യേണ്ടത്. ഹരിക്കണം 100 ഇൻറ്റു കാണുന്നിടത്ത് മൈനസ് ആണ്, മൈനസ് 10. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അറിയാം, ബോർഡ് മാസ് നമുക്കറിയാം, ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ട് ചെയ്തോളൂ. അപ്പൊ 1000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് 100 ഇൻറ്റു 10 ചെയ്യണ സമയത്ത് നമുക്ക് 1000 എന്ന് കിട്ടും. 1000 മൈനസ് 1000 ചെയ്യണ സമയത്ത് 0 എന്ന് വരും. ഇപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോഴും 0. അപ്പൊ ഫൈനൽ ആൻസർ 0 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 0 ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്.
ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനത്തെ ടൈപ്പിലാണ് നമ്മൾക്ക് ഇനി വരുന്ന എക്സാംസിനും ഈ ഒരു ടൈപ്പാണ് പ്രതീക്ഷിക്കുക. അപ്പൊ ഈ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് നന്നായിട്ട് നോക്കി വെക്കുക. താങ്ക് യു.